നമസ്കാരം. ഇൻഫോ ന്യൂസിന്റെ ഇന്നത്തെ വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച് സ്വർണ്ണ കപ്പുമായി വന്ന തൃശൂർ ടീമിന് ജില്ലയിൽ വൻ സ്വീകരണം. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ വീണ്ടും കൃഷി നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ഒഴിവായത് വൻ ദുരന്തം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിനും സ്വർണ്ണക്കപ്പിനും പുതുക്കാട് സെന്ററിൽ ആവേശകരമായ സ്വീകരണം. കൂട്ടുകാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. സെയിന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ 125ാം വാർഷികാഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും നടത്തും. ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. വിശദമായ വാർത്തയിലേക്ക്. സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച് സ്വർണ്ണ കപ്പുമായി വന്ന തൃശൂർ ടീമിന് ജില്ലയിൽ വൻ സ്വീകരണം. ആദ്യ സ്വീകരണ ഇടമായ കൊരട്ടിയിലും തുടർന്ന് ചാലക്കുടിയിലും തുടർന്ന് പുതുക്കാടും ഒല്ലൂരിലും സ്വീകരണമൊരുക്കിയിരുന്നു. റവന്യൂ മന്ത്രി കെ രാജൻ, MLA-മാരായ TJ സനീഷ് കുമാർ, VR സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊരട്ടിയിൽ സ്വീകരിച്ചത്. തുടർന്ന് ജില്ലയിലെ പുതുക്കാട്, ഒല്ലൂർ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ സ്വീകരണം നൽകിയാണ് തൃശൂരിലെത്തിച്ചത്. തുടർന്ന് 11:30 തൃശൂർ മോഡൽ ഗേൾസ് സ്കൂൾ അങ്കണത്തിലെത്തുന്ന ടീമിനെ അവിടെ നിന്നും ഘോഷയാത്രയായി തൃശൂർ ടൗൺ ഹാളിലേക്ക് ആനയിച്ചു. തുടർന്ന് ടൗൺ ഹാളിൽ സ്വീകരണ സമ്മേളനം നടത്തി. സ്വീകരണ കേന്ദ്രങ്ങളിൽ മന്ത്രിമാർ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ, സാംസ്കാരിക പ്രവർത്തകർ, വിദ്യാർത്ഥികൾ, രക്ഷാകർത്താക്കൾ, അധ്യാപകർ എന്നിവർ പങ്കെടുത്തു. കലോത്സവ വിജയത്തോടനുബന്ധിച്ച് തൃശൂർ ജില്ലയിലെ മുഴുവൻ വിദ്യാലയങ്ങളിലും ഇന്ന് വിജയദിനമായി ആചരിച്ചു. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ വീണ്ടും കൃഷി നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം. ചാലക്കുടി സ്വദേശി ബാബു പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന ഭൂമിയിലെ വാഴകളും കപ്പയും കാട്ടാന നശിപ്പിച്ചു. ഇതോടെ കൃഷി തന്നെ അവസാനിപ്പിക്കുകയാണെന്ന് ബാബു പറഞ്ഞു. ഇന്ന് രാവിലെയും വൈകുന്നേരവുമാണ് കാട്ടാന കൃഷിയിടത്തിലെത്തിയത്. 1 വർഷം മുൻപാണ് 4 ഏക്കർ ഭൂമി പാട്ടത്തിനെടുത്ത് ചുറ്റും സോളാർ വേലിയിട്ട് കൃഷി ആരംഭിച്ചത്. വാഴയും കൊള്ളിയും പച്ചക്കറികളുമായി പറമ്പ് നിറയെ കൃഷി ആരംഭിച്ചു. ആരംഭം മുതൽ കുരങ്ങും മയിലും പന്നിയും കൃഷിക്ക് വെല്ലുവിളിയായെങ്കിലും പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് കൃഷി വിളവെടുക്കാൻ ആയതിനിടയിലാണ് കാട്ടാന ആക്രമണം ഇപ്പോൾ ഉണ്ടായത്. ബാബുവിന്റെ സോളാർ വേലി തകർത്താണ് കാട്ടാന കൃഷി നശിപ്പിക്കുന്നത്. കാട്ടാന കൃഷിയിടത്തിലെത്തി കൃഷി നശിപ്പിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചു. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ഒഴിവായത് വൻ ദുരന്തം. തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ പിടിച്ചിട്ടു. 25,000 കിലോവാട്ട് ശേഷിയുള്ള OHE ലൈൻ കമ്പിയാണ് പൊട്ടിവീണത്. വ്യാഴാഴ്ച രാവിലെ 11:35 അപകടം. നെടുമ്പാളിൽ നിന്ന് ടാർ മിക്സിംഗ് കൊണ്ടുവന്ന ലോറി ഗേറ്റ് അടയ്ക്കുന്നതിനിടെ കടക്കാൻ ശ്രമിച്ചതാണ് അപകടത്തിന് ഇടയാക്കിയത്. ലോറി ഇടിച്ചു തകർന്ന ഗേറ്റ് വൈദ്യുതി ലൈനിൽ തട്ടി കമ്പി പൊട്ടി വീഴുകയായിരുന്നു. വേണാട് എക്സ്പ്രസ് കടന്നുപോയതിന് തൊട്ടു പിന്നാലെയാണ് അപകടം സംഭവിച്ചത്. വൈദ്യുതി കമ്പി പൊട്ടി വീണതോടെ അവിടെ ഉണ്ടായിരുന്നവരെല്ലാം പരിഭ്രാന്തരായി ഓടിമാറി. ഈ സമയത്ത് പൊട്ടിവീണ കമ്പിയിൽ വൈദ്യുതി പ്രവാഹമുണ്ടായിരുന്നു. ലോറിക്കുള്ളിൽ കുടുങ്ങിയ ഡ്രൈവറെ റെയിൽവേ ഉദ്യോഗസ്ഥർ എത്തിയാണ് പുറത്തിറക്കിയത്.
ഗേറ്റ് അടയ്ക്കാൻ നേരത്ത് വേഗത്തിൽ കടക്കാൻ ശ്രമിച്ച ലോറി തടയാൻ നോക്കിയിട്ടും നിർത്താതെ പോയതാണ് അപകടത്തിന് കാരണമെന്ന് ഗേറ്റ്മാൻ പറഞ്ഞു. അപകടത്തെ തുടർന്ന് തൃശൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വിവിധ സ്റ്റേഷനുകളിൽ പിടിച്ചിട്ടു. എറണാകുളം ഭാഗത്തേക്കുള്ള ട്രെയിനുകൾ വേഗത കുറച്ച് കടത്തിവിട്ടു. കന്യാകുമാരി മംഗലാപുരം പരശുറാം എക്സ്പ്രസ് ചാലക്കുടിയിലും തിരുവനന്തപുരം കോർബ എക്സ്പ്രസ് നെല്ലായിയിലും തിരുവനന്തപുരം സെക്കന്ദരാബാദ് ശബരി എക്സ്പ്രസ് ചാലക്കുടി ഡിവൈൻ നഗർ സ്റ്റേഷനിലും പിടിച്ചു. റെയിൽവേ എഞ്ചിനീയറിംഗ് വിഭാഗം ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി ലൈൻ തകരാറ് പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചു. 2 മണിക്കൂറിന് ശേഷം ട്രെയിൻ ഗതാഗതം പൂർവ്വസ്ഥിതിയിലാക്കി. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിനും സ്വർണ്ണ കപ്പിനും പുതുക്കാട് സെന്ററിൽ ആവേശകരമായ സ്വീകരണം. തിങ്ങി നിറഞ്ഞ ജനക്കൂട്ടത്തിനരികിലേക്ക് 11 മണിയോടെ തുറന്ന വാഹനത്തിലാണ് സ്വർണ്ണക്കപ്പ് എത്തിയത്. മന്ത്രി കെ രാജൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് എന്നിവരും സ്വർണ്ണക്കപ്പിനെ അനുഗമിച്ചിരുന്നു. കെ രാമചന്ദ്രൻ MLA നേതൃത്വത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും ചേർന്ന് കപ്പ് ഏറ്റുവാങ്ങി. മേഖലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നെത്തിയ വിദ്യാർത്ഥികളും നാട്ടുകാരും സ്വർണ്ണക്കപ്പിൽ തൊട്ട് ആഹ്ലാദം പങ്കിട്ടു. പ്രത്യേകം സജ്ജീകരിച്ച സ്ഥലത്ത് വെച്ച സ്വർണ്ണക്കപ്പിൽ കെ രാമചന്ദ്രൻ MLA ഹാരാർപ്പണം നടത്തി. പുതുക്കാടുള്ള ഓട്ടോ തൊഴിലാളികൾ സ്വർണ്ണക്കപ്പിൽ ഞോട്ടുമാല ചാർത്തി. ബാൻഡ് വാദ്യവും പാട്ടും നൃത്തവുമായി നാട്ടുകാർ ഒത്തുകൂടിയപ്പോൾ സ്വർണ്ണക്കപ്പിനും തൃശൂരിന്റെ ചുണക്കുട്ടികൾക്കും പുതുക്കാടൊരുക്കിയ വരവേൽപ്പ് അക്ഷരാർത്ഥത്തിൽ ഉത്സവ പ്രതീതിയിലായി. പുതുക്കാട് നിന്നും വലിയ സ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് കൊറോണയിൽ നിന്ന് ആരംഭിച്ച സ്വർണ്ണക്കപ്പിന്റെ ചൈത്രയാത്ര ഇതാ അടുത്ത സെന്ററായ ഒല്ലൂരിലേക്ക് പുതുക്കാടിന് ഇടപറയുകയാണ്. നമുക്ക് നല്ലൊരു കയ്യടിയോടുകൂടി പുതുക്കാടിന്റെ വണ്ടിന്റെ തൃശ്ശൂരിലേക്ക് പോകുന്നു. മുഴുവൻ കുഞ്ഞുങ്ങളും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ നിങ്ങളുടെ മനസ്സിന്റെ നിറഞ്ഞ സന്തോഷം ഏറ്റുവാങ്ങിക്കൊണ്ട് പുതുക്കാട് നിന്നും 26 വർഷത്തെ പോരാട്ടത്തിന്റെ 26 വർഷത്തിന്റെ കാത്തിരിപ്പിന്റെ പെൺസുഹൃത്തുമായുള്ള സൗഹൃദം ഉപേക്ഷിക്കാൻ പറഞ്ഞത് അനുസരിക്കാത്തതിലുള്ള വിരോധത്താൽ കൂട്ടുകാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. കോനൂർ സ്വദേശി പള്ളിപ്പറമ്പിൽ വീട്ടിൽ അശ്വിൻ എന്ന 22 വയസ്സുകാരനെയാണ് സുഹൃത്തിനെ വെട്ടി പരിക്കേൽപ്പിച്ച കേസിൽ കൊരട്ടി പോലീസ് പിടികൂടിയത്. കഴിഞ്ഞ 5-ാം തീയതി രാത്രി 8 മണിക്കായിരുന്നു സംഭവം. വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയുമായുള്ള ബന്ധം ഉപേക്ഷിക്കാൻ പ്രതിയായ അശ്വിൻ പറഞ്ഞത് സുഹൃത്തായ ജെഫിൻ അനുസരിക്കാത്തതിലുള്ള പകയാണ് വെട്ടിൽ കലാശിച്ചത്. സംഭവം നടന്ന രാത്രി കാര്യങ്ങൾ ഒത്തുതീർപ്പാക്കാമെന്ന് പറഞ്ഞ് പ്രതിയുടെ കോനൂരുള്ള വീട്ടിലേക്ക് സുഹൃത്തായ ജെഫിനെ വിളിച്ചു വരുത്തി വീട്ടുമുറ്റത്ത് വെച്ച് വെട്ടുകത്തിക്കൊണ്ട് ഇടത് കാലിലും നെഞ്ചിലും കൈക്കും വെട്ടി പരിക്കേൽപ്പിക്കുകയായിരുന്നു. പരിക്കേറ്റ ജെഫിൻ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. പ്രതിയെ റിമാൻഡ് ചെയ്തു. അന്വേഷണ സംഘത്തിൽ SI-മാരായ OG ഷാജി, റെജി, ASI ഷിജോ, ASI ഷീബ, CPO-മാരായ ഫൈസൽ, പ്രവീൺ, ഡാനിഷ് എന്നിവർ ഉണ്ടായിരുന്നു. കൊടകര സഹൃദയ കോളേജ് ഓഫ് അഡ്വാൻസ്ഡ് സ്റ്റഡീസിലെ NSS യൂണിറ്റിന്റെയും IQACയുടെയും സംയുക്താഭിമുഖ്യത്തിൽ ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. വിഷൻ 2025 എന്ന പേരിൽ നടത്തിയ ശില്പശാല കോളേജ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ ഫാദർ ഡേവിസ് ചെങ്ങിനിയാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പാൾ ഡോക്ടർ ജോയ് KL അധ്യക്ഷത വഹിച്ചു. ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിലെ അസിസ്റ്റന്റ് പ്രൊഫസറും മോട്ടിവേഷൻ ട്രെയിനറുമായ ജെബിൻ K. ഡേവിസ് മുഖ്യപ്രഭാഷണം നടത്തി. കോളേജ് വൈസ് പ്രിൻസിപ്പാൾ ഡോക്ടർ K. കരുണ, കോളേജ് ഫിനാൻസ് ഓഫീസർ ഫാദർ ആന്റോ വട്ടോലി, യൂണിയൻ ചെയർപേഴ്സൺ മെറിൻ ബേബി എന്നിവർ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി.
NSS വോളണ്ടിയർ സെക്രട്ടറി പൂർണിമ ശങ്കർ സ്വാഗതവും NSS പ്രോഗ്രാം ഓഫീസർ കെ ജയകുമാർ നന്ദിയും പറഞ്ഞു. Mr. Jimin K. Davis, Assistant Commerce, Rice College, Autonomous, and സെയിന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ 125-ാം വാർഷിക ആഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്കുള്ള യാത്രയയപ്പും സ്കൂൾ അങ്കണത്തിൽ നടക്കും. സമാപന സമ്മേളനം വെള്ളിയാഴ്ച 4-ന് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്യും. യോഗത്തിൽ നിർമ്മല പ്രൊവിൻസ് സുപ്പീരിയർ സിസ്റ്റർ സാലി പോൾ അധ്യക്ഷത വഹിക്കും. മേരി മാതാ പള്ളി വികാരി ഫാദർ റാഫേൽ വടക്കൻ അനുഗ്രഹ പ്രഭാഷണം നടത്തും. വിരമിക്കുന്ന അധ്യാപകരായ സിസ്റ്റർ കൊച്ചുത്രേസ്യ, VJ ലിംസി എന്നിവരെ ചടങ്ങിൽ ആദരിക്കും. കോർപ്പറേഷൻ കൌൺസിലർ കരോളിൻ ജെറീഷ്, സ്റ്റാഫ് പ്രതിനിധി PL ലിലു, MPTA പ്രസിഡന്റ് മിനി ഡെന്നി, പൂർവ്വ വിദ്യാർത്ഥി പ്രതിനിധി ഡോക്ടർ KR ഹേമ മാലിനി, PTA പ്രസിഡന്റ് ജോസ് ചാക്കോള, A റിയോ റിസൻ, വിദ്യാർത്ഥി പ്രതിനിധി NS ശ്രീലക്ഷ്മി എന്നിവർ സംസാരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ സെയിന്റ് മേരീസ് ഹൈസ്കൂൾ മാനേജർ സിസ്റ്റർ ലിസ്ജോ, പ്രധാന അധ്യാപിക സിസ്റ്റർ ജിത പോൾ, PTA പ്രസിഡന്റ് ജോസ് ചാക്കോള, സ്റ്റാഫ് പ്രതിനിധി PL ലിലു, PTA എക്സിക്യൂട്ടീവ് മെമ്പർ സജി ജോൺ എന്നിവർ അറിയിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില 35 രൂപ കൂടി ഗ്രാമിന് 7260 രൂപ, പവന് 58,080 രൂപ. ഇന്നത്തെ കാലാവസ്ഥ. കൂടിയ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 21 ഡിഗ്രി സെൽഷ്യസ് രേഖപ്പെടുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്കൂൾ കലോത്സവത്തിൽ വിജയിച്ച് സ്വർണ്ണ കപ്പുമായി വന്ന തൃശൂർ ടീമിന് ജില്ലയിൽ വൻ സ്വീകരണം. അതിരപ്പിള്ളി പിള്ളപ്പാറയിൽ വീണ്ടും കൃഷി നശിപ്പിച്ച് കാട്ടാനക്കൂട്ടം. നന്ദിക്കര റെയിൽവേ ഗേറ്റിൽ ടോറസ് ഇടിച്ച് റെയിൽവേ വൈദ്യുതി ലൈൻ പൊട്ടിവീണു. ഒഴിവായത് വൻ ദുരന്തം. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് നേടിയ തൃശൂർ ടീമിനും സ്വർണ്ണക്കപ്പിനും പുതുക്കാട് സെന്ററിൽ ആവേശകരമായ സ്വീകരണം. കൂട്ടുകാരനെ വെട്ടിപ്പരിക്കേൽപ്പിച്ച യുവാവ് പിടിയിൽ. സെയിന്റ് മേരീസ് ഗേൾസ് ഹൈസ്കൂളിന്റെ 125-ാം വാർഷികാഘോഷങ്ങളുടെ സമാപനവും സ്കൂൾ വാർഷികവും നടത്തും. ദേശീയ യുവജന ദിനാചരണത്തിന്റെ ഭാഗമായി ശില്പശാല സംഘടിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ പൂർണ്ണമാകുന്നു. തൃശൂർ ജില്ലയിലെ മുഴുവൻ വാർത്തകളും ഇൻഫോ ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. വാർത്തകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും സ്വീകരിക്കുന്ന നമ്പർ 9895070239. നന്ദി, നമസ്കാരം.